ഹായ് ഓൾ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ. നമ്മളെ മക്കൾക്കൊക്കെ ഉള്ള അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ബീഡ്സുകളാണ്. അപ്പം നിങ്ങളെ മക്കളെ പഴയ മുത്തുമാലയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ബീഡ്സുകൾ കുറച്ച് എടുത്ത് വെച്ചോട്ടോ. ഇതേപോലത്തെ കുറച്ച് ബീഡ്സ് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഹെയർ ബാൻഡ്, മാല, ഒരു ബ്രേസ്ലെറ്റ് അങ്ങനെ സെറ്റായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നല്ലേ, ജംറിങ്, എസ് ലോക്ക്, അതൊക്കെ കേട്ടോ. ഇത് എൻഡ് ടൈപ്പ് കേട്ടോ. പിന്നെ ഒരു എലാസ്റ്റിക്കിൻ്റെ ഇതോ, പിന്നെ ഒരു ഹെയർ വയർ കേട്ടോ. ഓക്കെ, ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഗമ്മും വേണേ, പിന്നെ ചെറിയൊരു സീസർ. ഇത് എൻഡ് ബീഡ്സ് എന്നാ പറയില്ല, ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടാനും കൂടി വേണ്ടിയിട്ട് എടുത്തിട്ടോ. നമ്മൾ ലാസ്റ്റ് എൻഡ് ടാപ്പ് കൊടുക്കൂലേ, അതേപോലെ ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എൻഡ് ടാപ്പ് വെച്ചിട്ട് ചെയ്താൽ മതി കയ്യിലുള്ളത്. ഓക്കെ, ഇത് എങ്ങനെ ചെയ്യലെന്ന് കാണിക്കുകയാണ് കേട്ടോ. ഇതേപോലെ നമ്മൾ നല്ല ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ബീഡ്സ് നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കുക ചെയ്യുക. അതൊന്ന് നന്നായിട്ട് ഒട്ടി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം നമ്മൾ കൊടുക്കണം കേട്ടോ. എന്നിട്ടേ നമ്മൾ അതിൽ ബീഡ്സ് കോർക്കാൻ പാടുള്ളൂ. നന്നായി ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അത് ഇളകിപ്പോരും. പിന്നെ നമ്മൾ അതിക്ക് ഞാൻ ബീഡ്സ് ആഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സെറ്റാണ്. നമ്മളിപ്പോൾ കടകളിലൊക്കെ ഇതേപോലെ നമ്മൾ വാങ്ങാൻ കിട്ടും. നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രസ്സിൻ്റെ കളറിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരിതാണ് കാണിക്കുന്നത്. ഇത് നമ്മളെ ഭാവനക്കും ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ബീഡ്സുകൾ പല രൂപത്തിലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഇതേപോലെ ചെയ്യുന്നത്. ഇതേപോലത്തെ ബീഡ്സ് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിക്കും. അപ്പോൾ അത് പോരാതെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുക. അങ്ങനെ ആവുമ്പോൾ അത് അതേപോലെ നല്ല വൃത്തിയിൽ നിന്നോളും. മറ്റെങ്ങനെ റൗണ്ട് ചെയ്ത് വരും, അത് വരാതിരിക്കും കേട്ടോ. ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ഞാനൊരു ഫ്ലവർ, ബീഡ്, പിന്നെ ഒരു ബട്ടർഫ്ലൈൻ്റെ ഒരിത്, അങ്ങനെയാണ് ഞാനിത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇതേപോലെ ഈ ഹെയർ ബാൻഡ് ലാസ്റ്റ് വരെ നമ്മൾ കംപ്ലീറ്റ് ആക്കുക കേട്ടോ. ഇത് ഒരുവിധ ക്ലാസ് കഴിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ഫുള്ളായിട്ട് കാണിക്കാത്തത് കേട്ടോ. ഇതുപോലെ ഇത് മുഴുവനായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്ത് ലാസ്റ്റ് എൻഡിൽ ഇതേപോലെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ എൻഡ് ബീഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എൻഡ് ടാപ്പ് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, ഞാനിത് എൻഡ് ബീഡ് ചെയ്യുന്ന മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിതെടുത്തപ്പോൾ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ആ ഗ്ലൂ നല്ല ഒട്ടാനുള്ള ടൈം കൊടുക്കണേ. ഇനി അടുത്തതായി നമ്മൾ ഈ സെറ്റിൽ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ബ്രേസ്ലെറ്റാണ്. അതായത് നമ്മൾ ഫസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ പൂക്കളോ അല്ലെങ്കിൽ ബട്ടർഫ്ലൈസോ അങ്ങനെ എന്തെങ്കിലും ബീഡ്സിൽ ഒരു പ്രത്യേക തരം എന്തെങ്കിലും ബീഡ്സ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കുക ഫസ്റ്റ്. എന്നിട്ട് അത് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ സെൻറ്ററിലായിട്ട് നമുക്ക് എന്ത് ഡിസൈനാണ് വേണ്ടത് വെച്ചാൽ ആ മോഡൽ നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. എന്താണ് നിങ്ങളെ കയ്യിലുള്ള ബീഡ്സ് വെച്ചിട്ട് അത് വെച്ചിട്ട് ചെയ്യുക. ഇതേപോലെ മോഡൽ വേണമെന്നില്ല, അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഹെയർ ബാൻഡിൽ ചെയ്തില്ലേ, അതേ മോഡൽ തന്നെയാണ് ഈ സെറ്റിൽ ഞാൻ ബ്രേസ്ലെറ്റുമിലും ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് സെൻറ്ററത്തെ വർക്കാണ് ആദ്യം നമ്മൾ ചെയ്ത് തുടങ്ങേണ്ടത് കേട്ടോ. സെൻറ്ററിൽ പ്രത്യേക തരം എന്തെങ്കിലും ബീഡ്സ് കാര്യങ്ങൾ അത് എത്ര വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ഫസ്റ്റ് അത് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രണ്ട് ഭാഗത്തായിട്ട് ബീഡ്സുകൾ ഒരേ കളറിലുള്ള ബീഡ്സുകൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിതൊരു ചെറിയൊരു മോളെ ഇതിലാണ് ചെയ്തത്. അപ്പോൾ ചെറിയൊരു ബ്രേസ്ലെറ്റാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത് കേട്ടോ. അതേപോലെ ചെയ്ത് കൊടുത്തിട്ട് രണ്ട് ഭാഗത്തും നമ്മൾ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിത് രണ്ട് ഭാഗത്തും വൈറ്റ് ബീഡ്സ് ആഡ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെയാണ് കിട്ടുക കേട്ടോ. നമുക്ക് എത്ര അളവാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചുള്ള ബീഡ്സ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കെട്ടുന്നത് ശ്രദ്ധിക്കണേ. ഇതേപോലെ ഒരു കെട്ട് കെട്ടി കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ കെട്ട് കണ്ടോ, ഞാൻ 2 പ്രാവശ്യം പിരിക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ടത് കെട്ടി കൊടുത്താൽ അത് ഊരിപ്പോരൂല കേട്ടോ.
ഇല്ലെങ്കിൽ അത് ലൂസായിട്ട് പോരും. നമ്മൾ കെട്ടുമ്പോൾ രണ്ടാമത് കെട്ടുമ്പോൾ 2 പ്രാവശ്യം പിരിച്ചിട്ട് കെട്ടുക. എന്നിട്ട് പിന്നെ ഒരു കെട്ടും കൂടി കൊടുത്തിട്ട് നമ്മളിത് കട്ട് ചെയ്ത് കളയാട്ടോ. വേറെയുള്ള ഇലാസ്റ്റിക് ത്രെഡ് കട്ട് ചെയ്ത് കളയാം. ഇത് അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ് കേട്ടോ. കണ്ടോ, ഇതേപോലെ ഇരിക്കും. അത് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അടുത്തതായി നമ്മൾ ഈ സെറ്റിൽ ചെയ്യുന്നത് ഒരു മാലയാണ് കേട്ടോ. അതിന് നൈലോൺ ത്രെഡ് എടുക്കുക. നമ്മൾ ബ്രേസ്ലെറ്റ് ചെയ്ത മാതിരി നടുഭാഗത്തായിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് ബീഡ്സ് കൊടുക്കാം കേട്ടോ. നമ്മളെ കയ്യിലെ ഫ്ലവറിൻ്റെ ഇതേപോലെ ബട്ടർഫ്ലൈൻ്റെ അങ്ങനത്തെ ഒക്കെ ബീഡ്സ് കൊടുക്കുക. ഇടയിൽ ഓരോ മുത്ത് കോർത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്താണെന്ന് വെച്ചാൽ അത് അതിനനുസരിച്ച് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇതേപോലെ ഞാൻ നമ്മൾ ബ്രേസ്ലെറ്റ് ചെയ്തില്ലേ അതേ മോഡൽ തന്നെയാണ് ചെയ്യുന്നത്. അതിലിപ്പോൾ നൈലോൺ ത്രെഡ് എടുത്തു, ഇതേപോലെ ആക്കുക, ചെയ്യുക. എന്നിട്ട് നമുക്ക് എത്രയാണ് വലിപ്പം വേണ്ടതെന്ന് വെച്ചാൽ, നീളം എത്ര വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ എടുക്കുക. നടുഭാഗത്ത് സെൻറ്റർ ഭാഗത്ത് വർക്ക് ഒരു എത്ര വേണ്ട വെച്ചാൽ ചെയ്തിട്ട് ബാക്കി ഭാഗം ഫുള്ള് ഒരേ കളറ് പേള കൊണ്ട് ചെയ്യുക. ഓക്കെ, ഇത്രയുള്ള വളരെ സിമ്പിളാണ്. ഇതുപോലെ നിങ്ങൾക്ക് എത്ര വേണ്ട വെച്ചാൽ സെൻറ്റർ ഭാഗത്ത് ബീഡ്സ് ഇതേപോലെ കൊടുത്തിട്ട് ബാക്കി ഭാഗം നമ്മൾ വൈറ്റ് പേള് കൊടുക്കുകയാണ്. ആദ്യം തന്നെ ഞാൻ 2 ഭാഗത്തും ഞാൻ വൈറ്റ് പേള് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ 2 ഭാഗത്തും നമുക്ക് എത്ര വേണ്ട വെച്ചാൽ നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 2 ഭാഗത്തും ഒരേപോലെ വരണേ, മുത്തുകൾ ഒരളവിൽ വരണേ. ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു ഭാഗത്ത് ജംറിങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ നമ്മൾ മുത്ത് കോർത്ത് കൊടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ടാപ്പ് ഒട്ടിച്ച് വെക്കുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ എടുത്ത പണി നമ്മൾ പിന്നെ എടുക്കേണ്ടി വരും കേട്ടോ. അത് ശ്രദ്ധിക്കുക. നമ്മൾ എന്തെങ്കിലും മറുഭാഗത്ത് ഒട്ടിച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ ഭാഗത്ത് ഇതേപോലെ ജംറിങ്ങിൻ്റെ ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മുത്തുകളൊക്കെ പോരും കേട്ടോ. ഇതേപോലെ നല്ല ടൈറ്റായിട്ട് നമ്മൾ കെട്ടി കൊടുക്കുക. ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് ഒന്ന് ലൈറ്റർ കാണിച്ചൊന്ന് ഉരുക്കി കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, 2 ഭാഗത്തും ജംറിങ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ എസ്കോളത്തെ ആഡ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല ടൈറ്റാക്കി കെട്ടി കൊടുക്കണേ, ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ മുത്ത് ഈ ജംറിങ്ങിൻ്റെ ആ ഭാഗം കഴിഞ്ഞിട്ട് മുത്തൊക്കെ പുറത്ത് പോരാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഓക്കെ, ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എല്ലാവരുടെ ഭാവനക്കനുസരിച്ചിട്ടുള്ള പല മോഡലുകളും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ നല്ല വൃത്തിയിൽ കഴിയുന്നതും ചെയ്യാൻ ശ്രമിക്കുക. ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ഇതിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനും ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഇതുപോലെയാണ് നമ്മളെ വർക്ക് ലാസ്റ്റ് കേട്ടോ. ലാസ്റ്റ് റിസൾട്ട് ഇതേപോലെയാണ് വരുന്നത്. ഇതുപോലെ എല്ലാവരും ചെയ്യുക.